നമസ്കാരം സുഹൃത്തുക്കളെ. 2025 കഴിഞ്ഞിട്ട് 2026 വന്നിരിക്കുന്നു. പുതുവർഷം എപ്പോഴും ഈ പറഞ്ഞതുപോലെ സമയത്തിനെ അളന്ന് കളയാനായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ആഴ്ച, മാസം, തീയതി, വർഷങ്ങൾ, ആ രീതിയിൽ എപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കാനും വീണ്ടും ഒന്ന് മുൻപോട്ട് നോക്കാനും ഈ വർഷങ്ങളുടെ സംഖ്യകൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന വർഷങ്ങളുടെ ആ മുമ്പോട്ടുള്ള ഒരു പോക്ക് നമുക്ക് വലിയ ആയാസം കൂടാതെ അനുഭവവേദ്യമാക്കാൻ വേണ്ടിയിട്ടും 25, 26 എന്നൊക്കെ പറഞ്ഞ് ഈ വർഷങ്ങളുടെ കണക്കും തീയതികളും നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് പറയാം. അതിനപ്പുറയോട്ട് ആലോചിച്ച് നോക്കിയാൽ വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അഥവാ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും അത് സംഭവിക്കുകയാണ്. ഒരു ദിവസം ഇപ്പോൾ നമ്മൾ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്തോ ഒരു പുതിയ ഒന്ന് സംഭവിക്കുന്നത് പോലെയാണ്. അതിൽ ഈ അളക്കാനുള്ള നമ്മളുടെ ഒരു ഒരു പ്രവണതയെ സഹായിക്കുന്നു. അപ്പം നമുക്ക് എവിടം വരെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്കൊരു പക്ഷേ നമുക്കറിയാൻ വേണ്ടിയിട്ടിത് സഹായിക്കും. പിന്നെ വർഷം എന്നൊക്കെ പറയുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആളുകളൊക്കെ പറയുന്നത് എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവേ നമ്മുടെ നാട്ടിൽ മനുഷ്യൻ്റെ സമീപനത്തിലും രീതിയിലുമൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാളുകൾ പറയുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം, അതായത് എത്രയാണ് 2000, 2001 21 ആ കാലഘട്ടങ്ങളിൽ ശേഷം ഒരു 5 വർഷ കാലഘട്ടം നോക്കുമ്പോൾ മനുഷ്യൻ്റെ സമീപനത്തിലും രീതിയിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ കോവിഡ് കാലഘട്ടം കൊണ്ട് എന്തെങ്കിലും ഒരു കൂടുതൽ ഉൾക്കാഴ്ച മനുഷ്യനെല്ലാം ഉണ്ടായതുകൊണ്ട് സംഭവിച്ചതാണോ എന്ന്, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ സ്വാധീനം ഒരുപക്ഷെ അത്യധികം വേഗതയിൽ വളർന്നു വരുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഡിജിറ്റൽ ലോകത്ത് വരുന്ന മാറ്റങ്ങളും, അതാണ് ഒരുപക്ഷെ മനുഷ്യൻ്റെ ഒത്തിരി അതിർവരമ്പുകളെ ഭേദിക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന് ഇടപെടാനും സംസാരിക്കാനും ഒരു വലിയൊരു സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം ഒരുപക്ഷെ എല്ലാ ജനങ്ങളെയും, വിശിഷ്യ യുവജനങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ പുതിയ തലമുറകളെ മുൻ തലമുറകളെ അപേക്ഷിച്ച് കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അവരുടെ ഒരു ലോക വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിന്, അവരുടെ ബന്ധങ്ങൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള അവസരങ്ങൾ, അപ്പം അവരുടെ കാഴ്ചപ്പാടുകളെ അത് സ്വാധീനിക്കുന്നുണ്ട്. അത് അവരുടെ സ്വഭാവ രീതികളിലും സാമൂഹിക സമീപനങ്ങളിലും അതുവഴി സാമൂഹിക ബന്ധങ്ങളിലും മാറ്റങ്ങളുണ്ടാകുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു കോവിഡ് കാലഘട്ടത്തിന് ശേഷമുള്ള എന്തെങ്കിലും ഒരു ഉൾക്കാഴ്ചയുടെ
അടിസ്ഥാനത്തിലുണ്ടായ സാമൂഹികമായ മാറ്റമോ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വന്ന വിശേഷ മാറ്റങ്ങളോ ആണ് എന്ന് പറയാൻ തോന്നുന്നില്ല. പക്ഷേ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ഒരു സാമൂഹികമായ ഒറ്റപ്പെടലിൽ നിന്ന് പക്ഷേ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു ആവശ്യം നമുക്ക് കൂടുതലായിട്ട് പക്ഷേ തോന്നിയിരിക്കാം. എല്ലാ കാലത്തും മനുഷ്യന് സാമൂഹികമായ ബന്ധങ്ങൾ ആവശ്യമാണ്. ഈ വ്യക്തി അവൻ എന്ന നിലയ്ക്ക് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പരിധികൾ വളരെ ശക്തമാക്കുകയും അവനവൻ്റെ അഭിപ്രായങ്ങൾക്കും അവനവൻ്റെ വീക്ഷണങ്ങൾക്കും അവനവന് ലഭിക്കുന്ന അംഗീകാരത്തിനും അവനവനുണ്ടാക്കുന്ന നേട്ടങ്ങളുടെയും അങ്ങനെ ഓരോ വ്യക്തിയും അവൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുമ്പോൾ തന്നെ അത് വളരെ ശക്തമായി നിലനിർത്തുമ്പോൾ തന്നെ അവന് വളരെ സാമൂഹികമായ ബന്ധങ്ങളുടേതായിട്ടുള്ള ഒരു ആവശ്യവും ഇടപെടലുമുണ്ട്. അപ്പോൾ അതിനകത്ത് മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കാനും ഇടപെടാനുമുള്ള കമ്മ്യൂണിക്കേഷൻ്റെ രംഗത്ത് വന്ന അതിശക്തമായ മാറ്റങ്ങൾ മനുഷ്യബന്ധങ്ങളെയും സമൂഹ ഘടനയെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതിൽ നിന്ന് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു നൈമിഷികത എന്ന് പറയുന്നത് ബന്ധങ്ങളിലെ നൈമിഷികത ആയിട്ട് വളരെ യാഥാർത്ഥ്യമായിട്ട് ഓരോ വ്യക്തിയുടെയും മുമ്പിൽ നിൽക്കുന്നു. അപ്പം ദീർഘകാലം നിലനിൽക്കുന്ന പരസ്പരം ക്ഷമിച്ചും സഹിച്ചും അംഗീകരിച്ചും ഉൾക്കൊണ്ടും ദീർഘകാലം നിലനിൽക്കുന്ന ബന്ധങ്ങൾക്കപ്പുറം എല്ലാവരിലും ഈ പറഞ്ഞതുപോലെ നന്മയും തിന്മയും ഗുണദോഷങ്ങളുമെല്ലാം ഇടകലർന്ന വിശേഷാൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടെന്ന് പറയാൻ സാധിക്കാത്ത നിലയിലുള്ള ഒരു വ്യക്തിപരമായ മനസ്സിലാക്കൽ നമുക്കിന്ന് ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വന്ന മാറ്റങ്ങൾ കൊണ്ട് സാധ്യമായതുകൊണ്ട് ഏതൊരു വ്യക്തിയെ നമ്മൾ ഏതാണ്ട് ഒരേപോലെയാണ് കാണുന്നത്. അപ്പോൾ ഏതൊരു സൗഹൃദങ്ങളും ഏതാണ്ട് ഒരേപോലെയാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ ഒരു സൗഹൃദത്തെ ദീർഘകാലം അവൻ്റെ സ്വപ്നങ്ങളുടെയോ മോഹങ്ങളുടെയോ ആഗ്രഹങ്ങളുടെയോ പരിചയത്തിൻ്റെയോ വ്യക്തിബന്ധത്തിൻ്റേതായിട്ടുള്ള ദീർഘകാലം നിലനിൽക്കുന്ന ഊഷ്മളത എന്തുകൊണ്ട് നിലനിർത്തണം, അഥവാ അതിൻ്റെ ഒരു ആവശ്യകത തോന്നാത്ത ഒരു ചുറ്റുപാട് എല്ലാം വളരെ വേഗമേറിയ ഈ ലോകത്ത് ഈ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യനും വിവിധങ്ങളായ ഗുണങ്ങളുടെ ഒരു മിശ്രണമായിട്ട് നിൽക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തി ഏത് തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ദീർഘബന്ധത്തിൻ്റേതായിട്ടുള്ള ഒരു കെട്ടുപാട് എന്തിനു സൂക്ഷിക്കണം എന്നൊരു ചിന്ത ഓരോ വ്യക്തികളിലും ഒരുപക്ഷെ വന്നിട്ടുണ്ടായിരിക്കാം. ഇതോടൊപ്പം ഈ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ പരസ്പര ആശയവിനിമയത്തിൻ്റെ സാങ്കേതിക സാധ്യതകൾ കാരണം നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂടിയ ശ്രമം നടക്കുന്നതായിട്ടൊരു തോന്നുന്നു. അപ്പോൾ അത് വേറൊരർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ സ്വാർത്ഥത എന്ന് നമുക്ക് പറയാം. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വളരെ മോശമായ ഒരു സ്വഭാവവിശേഷം, നല്ലതെന്നോ ചീത്തയെന്നോ ഉള്ളൊരു സ്വഭാവവിശേഷമായിട്ട് വിവരിക്കാൻ വേണ്ടിയല്ല, വാക്ക് വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന വാക്കായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്വാർത്ഥത എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ നന്മതിന്മകളോ അതിൻ്റെ ഒന്നും അഭിപ്രായങ്ങളുടെ നിറത്തിലല്ലാതെ നമ്മളതിനെ നോക്കുമ്പോൾ ഈ യഥാർത്ഥത്തിൽ വളരെ ശക്തമായിട്ട് അവനവൻ്റെ വ്യക്തിത്വങ്ങളെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ്റെ സ്വാർത്ഥത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അത് ഞാനൊരു ദോഷമെന്ന രീതിയിലല്ല പറയുന്നത്.
കാര്യം നിരന്തരമായിട്ട് പലരുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പം മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വം നിലനിർത്തണമെങ്കിൽ അവൻ എന്ന് പറയുന്ന വ്യക്തിയുടെയും അവൻ്റെ ചുറ്റിലുമുള്ള ഇതര വ്യക്തികളുടെയും സമൂഹത്തിൽ നിന്ന് അവനെ വേർതിരിക്കുന്ന ഭിത്തികൾ കൂടുതൽ ശക്തമാക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് ഒരു വശത്ത് വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തിയുടെ അഭിപ്രായങ്ങളും അവൻ്റെ സ്വാർത്ഥതയും വളരെ ശക്തമാവുകയും ചുരുക്കത്തിൽ അവൻ്റെ വ്യക്തിയാധിഷ്ഠിതമായ സമീപനങ്ങൾ വളരെ ശക്തമാവുകയും അതേസമയം സാമൂഹിക ബന്ധത്തിൻ്റേതായിട്ടുള്ള ഒരു ആവശ്യം വളരെ അതിനേക്കാൾ ശക്തമായിട്ട് എത്തുകയും കാര്യം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അത് ജീവശാസ്ത്രപരമായിട്ട് തന്നെ ഒരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ അടിസ്ഥാനപരമായ മൃഗചേതന സാമൂഹികതയുടെ ആ ചേതനയിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. അപ്പം ഇത് വളരെ വേഗതയേറിയ വ്യക്തിബന്ധങ്ങളിലേക്കും പരിചയങ്ങളിലേക്കും ഒരു പക്ഷേ ദീർഘകാലം നിലനിൽക്കുന്ന വ്യക്തിബന്ധങ്ങളെ അസൗകര്യത്തിൻ്റെ പേരിൽ ത്യജിച്ച് കളയാനും നഷ്ടപ്പെടുത്തി കളയാനും അത്തരത്തിൽ കുറെ കൂടെ വേഗതയേറിയ ബന്ധങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളുടെയും അതേസമയം എന്താ പറയുക വ്യക്തിയുടെ ചിന്താഗതികൾ ശക്തമായിട്ട് നിലനിർത്തുന്നുണ്ട്. ഒരു വഴിക്ക് സ്വാർത്ഥത വളരെ ശക്തമാകുകയും അതേസമയം വേഗതയേറിയ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യത്യാസം അത് ഇപ്പം 2025 മുതൽ 2026 വരെ ഉള്ള കാലഘട്ടം കൊണ്ട് വന്നൊരു വ്യത്യാസമോ അല്ലെങ്കിൽ അത് ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഈ 4-5 വർഷങ്ങൾ കൊണ്ട് സമൂഹത്തിൽ എന്താണ് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, നമ്മൾ എന്ന് തോന്നിയ എന്തെങ്കിലും ഒരടിസ്ഥാനപരമായ ചിന്താ വ്യത്യാസം കൊണ്ടുണ്ടായ ഒരു മാറ്റമോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു മനുഷ്യന് സഞ്ചരിക്കാനും സംസാരിക്കാനും ഇടപെടാനും ആയിട്ട് നമ്മളുടെ ഒരു ഡിജിറ്റൽ രംഗത്തും കമ്മ്യൂണിക്കേഷൻ രംഗത്തും ഉണ്ടായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും അതിൽ ഒരു ടെക്നോളജിയുടെയും ഒക്കെ ആവിർഭാവം കൊണ്ടുണ്ടായിട്ടുണ്ട്. അത് എല്ലാവരെയും ഒരു പുതിയ സാമൂഹിക സാഹചര്യത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സാമൂഹിക സാഹചര്യങ്ങളിൽ ആയിട്ട് യോജിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യനെന്ന് പറയുന്ന ജീവി നടത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എന്ന് തോന്നുന്നു നമ്മൾ കാണുന്ന ഈ സാമൂഹിക മാറ്റങ്ങൾ. അപ്പോൾ ഈ സാമൂഹിക മാറ്റങ്ങൾ നല്ലതോ ചീത്തയോ എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. അല്ലെങ്കിൽ മുമ്പ് ഇതൊക്കെ വളരെ നല്ലതായിരുന്നു, ഇപ്പോൾ എന്തെങ്കിലും അത് മോശമാണെന്നോ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പക്ഷേ നമ്മൾ വ്യക്തികൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്, അതായത് വ്യക്തി ബന്ധങ്ങൾ തീർത്തും ക്ഷണികമാണ് എന്ന ഒരു സമീപനത്തിൽ നിന്ന് ഒരു പക്ഷേ കാര്യം ഈ ക്ഷണിതമായ ബന്ധങ്ങളിലും ക്ഷണിതമായ നമ്മളുടെ സുഖാന്വേഷണങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഈ വികസനത്തിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ വികസനവുമായിട്ട് ഒരേ സമയം യോജിച്ച് പോകാൻ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കാത്ത ഒരു സമൂഹം ഒരു വളരെ മാർജിനലൈസ്ഡ് ആയിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവനെ ചേർത്ത് നിർത്താൻ, അവനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും മുമ്പോട്ട് പോകാനുള്ള മാനുഷികതയിലൂന്നിയ ആ സമീപനങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അഥവാ എനിക്ക് തോന്നുന്നു ഈ പാർശ്വവൽക്കരണം എന്ന് പറയുന്ന പ്രക്രിയ എന്ന് നടക്കുന്നതാണ്. പക്ഷേ അവരുടെ ദുരനുഭവങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നതായിട്ട്
നമുക്ക് തോന്നുന്നു. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വൈകല്യങ്ങൾ വഴിയുമൊക്കെ ഒറ്റപ്പെടുന്ന മനുഷ്യരുടെ ജീവിതാവസ്ഥയും ബുദ്ധിമുട്ടുകളും അവരെ ഉൾക്കൊള്ളുന്നതിലുള്ള ഒരു സമൂഹത്തിൻ്റെ വിമുഖതയും കൂടി വരികയും വ്യക്തിയാധിഷ്ഠിതമായ നമ്മളുടെ അഭിപ്രായങ്ങൾ, സുഖസൗകര്യങ്ങൾ, അല്ലെങ്കിൽ സ്വാർത്ഥത എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടി വരികയും, അതേസമയം ബന്ധങ്ങൾ വളരെ വളരെ വേഗതയേറിയതും താൽക്കാലികവും അപ്പോഴപ്പോൾ ഉള്ള ചുറ്റുപാടുകളിൽ ശാശ്വതമായ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള, ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ തത്രപ്പാടുകളും ഒരു നമ്മളെല്ലാം കുറേ കൂടെ ആഴം കുറഞ്ഞ ഉപരിപ്ലവ ജീവികളാക്കി മാറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ബുദ്ധി ഇപ്പോൾ പറയുന്നു, ആദ്യം ഈ ബ്രെയിൻ ബോഡി പ്രൊപ്പോർഷൻ പറയുമ്പോഴത്തേനും അത് മനുഷ്യനിങ്ങനെ വളരെ കൂടി വന്നെന്നും ഇപ്പോൾ അത് ബ്രെയിൻ്റെ സൈസ് ഓരോ ഇതിലും കുറഞ്ഞു വരുന്നു എന്നും പറയുന്നു. അപ്പോൾ അതൊരു പക്ഷേ അത് വളരെ രസകരമായിട്ടുള്ള ഒന്നായിരിക്കും. നമ്മൾ എന്താണ് പറയുന്നത്, വിശാലമായ അഗാധമായ ബുദ്ധി എന്നൊക്കെ പറയുന്നത്. അപ്പം ദീർഘകാലത്തിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെയും ആശയങ്ങളുടെയും ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നതുമായുള്ള മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കും എന്ന് നമ്മളെല്ലാം ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതായത് അതാണ് ഈ നമ്മുടെ ഗബ്രിയേൽ മാർക്കേസിൻ്റെ ബുക്കിൽ പറയുന്നത് 100 years ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നതല്ല. ഈ 100 years എന്ന് പറയുന്ന ഒരു ലൈഫ് സ്പാൻ ഏതായാലും കൂട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഈ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്ന സാധനം കുറച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ അമൂല്യമായ സമയം, നമ്മൾ ബഷീർ പറയും അല്ലേ, അള്ളാഹുവിൻ്റെ ഖജനാവിൽ അനന്തമായ സമയമാണ്. അള്ളാഹുവിൻ്റെ ഖജനാവിൽ അനന്തമായ സമയമാണെങ്കിൽ നമുക്ക് അനുവദിച്ച് കിട്ടിയേക്കുന്നത് വളരെ കുറഞ്ഞൊരു സമയമാണ്. അപ്പോൾ ഈ സമയം വളരെ അമൂല്യമായ ഒരു നിധിയാണ്. ഈ അമൂല്യമായ സമയത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപരിപ്ലവമായ താൽക്കാലികമായ ആനന്ദത്തിലാകേണ്ടതുണ്ടോ? അങ്ങനെ ആവണമോ നമ്മുടെ ഒരു സമീപനവും ഒരു മനോഘടനയും നമ്മളുടെ ഭാവനകളും എന്നുള്ളതും, അതോ മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാനുഷികമായ ബന്ധങ്ങളെ കാലാകാലം മനുഷ്യനിലും നമുക്കറിയാവുന്നവരിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഈ മാറി വരുന്ന ശരീരഘടനയിൽ, അതായത് ഒരു ചെറിയ കുട്ടി മുതൽ പ്രായം മുമ്പോട്ട് വന്ന് വൃദ്ധനായി തളർന്നു വീഴുന്ന ഒരാളുടെ ആ ശരീരത്തിൻ്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങൾക്കകത്ത് ഉള്ളിലെല്ലാം ആ ഒരേ വ്യക്തിയായിരുന്നു എന്നും ആ ഒരേ വ്യക്തിയെ അതേ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സമീപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അത് രസകരമായിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും ഇത്രയും നേരം ഇത് കേൾക്കാനും സംസാരിക്കാനും നിങ്ങളുമായിട്ട് ഇടപെടാനും സാധിച്ചതിന് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.